ഗായ്സ്, ഞാനിത് ആർട്ട് ഗാലറിന്റെ മുന്നിലെത്തി. ഇന്ന് ആരൊക്കെ വന്നിടുന്ന എന്താ പ്രോഗ്രാം നമുക്ക് പോയോക്കാം. കുറേ കാലത്തിന് ശേഷം നമ്മുടെ പട്ടു അപ്പൊ നമ്മുടെ സീനിയറും നമ്മളെ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ സാറുമായ പട്ടേരിക്ക് നമ്മളെ കുറിച്ച് എന്താണ്, എക്സിബിഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെ, പിന്നെ പിന്നെ ഇന്നലെ എന്ത് വരാഞ്ഞ് വർക്ക് ഉണ്ടായിനോ? ഹായ് ഗായ്സ്, നമ്മള് കേറി വരുന്നോട് തന്നെ ഇതാ നമ്മുടെ ആർട്ടിസ്റ്റ് ഷബീബ മിസ്സിന്റെ കളർ സ്പോട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഒറ്റ ക്യാൻവാസിൽ മിസ് ചെയ്ത വർക്കാണിത്. ഇതാണ്ടോ നമ്മുടെ എക്സിബിഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലിതാ ഞാനിതാ ഇവിടെ, എൻ്റെ ലിപ്പ് കുറച്ച് വലുതായി ഗൈസ്. ഇതാ നമ്മുടെ മിസ് ലാസ്റ്റുള്ള ഫസ്റ്റ് നമ്മുടെ തെൻസി, സംഗു എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. ഇതാ നാജിയ, ഇതാ അഗി, നാസിയ, ഇതാ അരീബ, ഷഹാന, ഹരി. കളർ സ്പോട്ടിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും മിസ് ഒറ്റ ക്യാൻവാസിൽ ചെയ്തത്. അപ്പം നമുക്ക് നമ്മളെ ഗാലറിൻ്റെ അകത്തേക്ക് പോയോക്കാം. നമ്മളെ മിസ്സേ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇതാ ഗായ്സ്, തെൻസി ഹായ്. പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും 11:30. അതാ ഗൈസ്, നമ്മളെ ഇത് ഹരിയും ഓൻ്റെ കൂടെ പഠിച്ച ഗാന്ധിജിയും ഷെഹിലൻ്റെ കഥകളി, അഗിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വർക്ക്, അഗിൻ്റെ മ്യൂറൽ. ഇതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ലല്ലോ, കഷ്ടപ്പാട്. അഗി ഹായ്. ഇതാരാ ഫാന? ആരെ? സിഫുവിൻ്റെ മ്യൂറലിനെ പറ്റി ഒരു 2 വാക്ക് പറയൂ. എത്ര ടൈം എടുത്തു? 4 ദിവസം. ഓ 4. പിന്നെ അക്രിലിക് അല്ലേ? ഇതിനാ 4 ദിവസത്തെ കഠിന പ്രയത്നമാണ് ഗോയ്സ്. ഇത് സെയിൽ ചെയ്യൂലേ? ഇതിന് എത്ര എമൗണ്ട്? 6,000 ഓൺലി. ഓ വെരി ചീപ്പ് റേറ്റ്. ആർക്ക് വേണമെങ്കിലും വാങ്ങാം ഗൈസ്, ഓൺലി 6,000. അത് നാസിയാൻ്റെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി. മാഷാഅല്ലാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പെൻസിൽ വർക്ക്, ഇത് പെൻസിൽ കളർ ചെയ്യാം. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിൻ്റെ വർക്കാണ് ഗൈസ്. 2021 ഞാൻ ചുമ്മാ വീട്ടിൽ കൊറോണ ടൈമിൽ വെറുതെ ഇരുന്നപ്പോൾ ചെയ്ത വർക്ക്. ഇത് പിന്നെ ഞാൻ സെയിൽ ചെയ്ത കേട്ടോ. ഇതവിടെ സോൾഡ് ഔട്ട്. ഇതിൻ്റെ ലാസ്റ്റ് വർക്ക്, ലാസ്റ്റായിട്ട് ചെയ്തതാണ് കുറച്ച് മുന്നേ. പിന്നെ ആർട്ടിസ്റ്റ് സഫ്വാൻ്റെ ചാർക്കോൾ. ഇതിലിതാ എന്നെ കാണുന്നു. നല്ല ഭംഗിയാണ്. അമ്രുവിൻ്റെ എപ്പോഴുള്ള ആഗ്രഹമാണ് ഒരു ക്രിസ്ത്യാനി ചെക്കനെ കെട്ടണം, അല്ലെങ്കിൽ ഓൾക്കൊന്ന് ക്രിസ്ത്യാനി ആവണം. വിഷ്, മാലാക എല്ലാവരും ഉണ്ട്. ദരീബൻ്റെ നമ്മുടെ ഷഹാന. എന്നാലും ഒന്നും കൂടി അതെ. ഞാൻ തൽക്കാലം സിഫോണ് കടം കൊടുത്തു വാങ്ങിയിരിക്കുന്നു. ഗായ്സ്, നമുക്ക് മേലേക്ക് പോയോക്കാം.
മേലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വർക്കുകളൊക്കെ. നിമിഷേച്ചി ക്ലാസ് ടൈമിൽ ക്ലാസ് ഒന്ന് ചെയ്ത വർക്കാട്ടോ ഇത് വാട്ടർ കളർ. ഇതാരാ? നിമിഷ വാട്ടർ കളർ തന്നെ. ഇതും ക്ലാസ് വർക്ക് തന്നെയായിരുന്നു. ഇതെല്ലാം ന്യൂഡൊക്കെ ക്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്രിയേറ്റീവ് ഡീറ്റെയിൽഡായിട്ടുള്ള ഇത് ചെയ്ത ആർട്ടിസ്റ്റുകളുടെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മേ ബി അപ്ലോഡ് ആക്കും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ പോയി കാണാം. ടൈമിൽ ഡെയിലി വന്ന് പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഭയങ്കര ചാട് കഴിക്കുന്ന നമ്മുടെ സീനിയേഴ്സൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. Oh my God. അതെ, ഇങ്ങനെയാണ് നമ്മളൊക്കെ മറന്ന്, ജൂനിയേഴ്സിനൊക്കെ മറന്ന്. അപ്പൊ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ ടാഗ് ആർട്ടിസ്റ്റുകളുടെ കളർ സ്പോട്ട് ആർട്ടിസ്റ്റ് ഷിഫാനോ. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വന്ന് അഗി എനിക്ക് വേണ്ടി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. താങ്ക് യു. വ്ളോഗുള്ളതുകൊണ്ട് നല്ല വെച്ചുണ്ട്. ആ വിദൂരയിൽ നിന്ന് ഒരു കപ്പിൾസ് നടന്ന് മന്ദം നടന്നു വരുന്നു. ഫാമിസ് അലി ഗുലിഗൻ. എൻ്റെ വർക്ക് ഇവിടെ അതെ. നിങ്ങളൊക്കെ ഇടയിൽ നമ്മൾ ചെറിയൊരു കുട്ടി ആർട്ടിസ്റ്റാണ്. അപ്പോൾ വെച്ചിട്ട് കാര്യമില്ല. ഓ വിഷയം വർക്കാട്ടോ അതൊക്കെ. അല്ല ഇതിനെ കുറിച്ചിട്ട് ഇത് അടിപൊളിയായി. ഇത് ഓൺ ക്രിയേഷനാ റെഫറൻസോ? 2021 ഓൺ ക്രിയേഷൻ അല്ലേ വിഷയം. സൂപ്പർ. ഇത് സെയിലായോ? ഇത് എത്രയാണ് കൊടുക്കണേ? റിവീൽ ചെയ്യില്ല. റിവീൽ ചെയ്യില്ലേ? വേണ്ട കമൻസ് ഇതിലിടാം, ഡിസ്ക്രിപ്ഷനിലിടാം. ഇതുണ്ട്. ഇതും വേണ്ടവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊറിയറായിട്ട് അയച്ചുതരും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഇന്ന് പോപ്പുലറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് സ്ഥാപനം.
യെസ്, എന്താ പേര്? തൻസി. യെസ്, ഇവിടെയൊക്കെ പെയിൻറ്റിങ് കണ്ടല്ലോ. ആ അതെ, ഓക്കെ. യെസ്, നമ്മൾ എക്സിബിഷന് വേണ്ടി മാത്രം പെയിൻറ്റിങ് ചെയ്യണമെന്നില്ല. നമുക്കൊരു ധാരണ ഉണ്ട്, കുറച്ച് ക്രിയേറ്റീവ് വർക്ക് അല്ലെങ്കിൽ എങ്ങനെ എക്സിബിറ്റ് ചെയ്യുക എന്നുള്ള സംഭവം അല്ലേ? കുറച്ചൊരു അബ്സ്ട്രാക്റ്റ് പോലുള്ള ക്രിയേറ്റീവ് വർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ മോഡേൺ ഗാലറികളിൽ പലയിടത്തും പോയാൽ എറണാകുളത്താണെങ്കിലും കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂരോ മറ്റെവിടെയെങ്കിലും ഗാലറി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈവൻ കോഴിക്കോട് പോവുകയാണെങ്കിലും കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് കൂടുതലുണ്ടാവും. ഈ അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയുന്ന സംഭവം ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങളുണ്ടാവും. ഫോട്ടോഗ്രാഫി വന്നപ്പോൾ പെയിൻറ്റിങ്ങിന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതുകൊണ്ട് AI വന്നു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അത് പിന്നെ അവിടെ ഒരു സാധ്യത അതിന് കാണുന്നില്ല. ഞാൻ വെച്ചാൽ നമ്മുടെ തൊഴിലുകളെല്ലാം നഷ്ടപ്പെടുന്ന പറഞ്ഞത് ഒരു കാലത്ത്. ഒരു ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായി കഴിഞ്ഞാൽ 10 പേരുടെ ജോലി, അത് വർക്ക് ചെയ്യാൻ ഒരാൾ മതി. ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ ഒരാൾ മതിയല്ലോ. അപ്പോൾ 10 പേരുടെ ജോലി നഷ്ടപ്പെടും, ഒരു കമ്പ്യൂട്ടർ മതി എന്നുള്ളതാണ്. പിന്നെ റോബോട്ടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരും വേണ്ട, റോബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരില്ല സംഭവം. ഒന്നുമില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കാനെങ്കിലും റോബോട്ടുകൾ ഉണ്ടാക്കാനെങ്കിൽ മനുഷ്യന്മാർ വേണ്ടേ? ഉണ്ടാക്കിയേക്കാം, ഒരു റോബോട്ട് മറ്റു റോബോട്ടിനെ ഉണ്ടാക്കിയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയും വരും കാലഘട്ടം. പക്ഷേ ഇന്നിപ്പോൾ AI എന്ന് പറയുമ്പോൾ എന്താ പറയുക, നിർമ്മിത ബുദ്ധിയാണ്. നമ്മൾ ബുദ്ധി പോലും കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് ഫസ്റ്റിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ ഞാനൊക്കെ പറഞ്ഞിരുന്നു, ശരിക്കും കമ്പ്യൂട്ടറിൽ ചിത്രം വരയ്ക്കുന്ന കുറേ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മളൊക്കെ മനസ്സിലാക്കിയത്. കാരണം കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു റെക്റ്റാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ട്രയാങ്കിൾ. അന്ന് അത്രേ ടൂൾസ് ഉണ്ടായിരുന്നുള്ളൂ. കോറൽ ഡ്രോ, പേജ് മേക്കറൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ തുടക്കത്തിൽ അത്രേ ടൂൾസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ, നമ്മളൊരു രേഖ എങ്ങനെ വരയ്ക്കണമെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടോ ഒരു സർക്കിൾ വെച്ചിട്ടോ നമുക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ. ആ സാധ്യത കമ്പ്യൂട്ടർ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഇല്ലസ്ട്രേറ്റർ പോലത്തെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താണ് കൈകൊണ്ട് ചെയ്യുന്നത് അതേപോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ള അവസ്ഥ വന്നു. അത് കമ്പ്യൂട്ടറിൽ ചെയ്ത് ഡിജിറ്റൽ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമാണ്. ഡിജിറ്റൽ പെയിൻറ്റിങ് വന്നെങ്കിൽ പോലും ഡിജിറ്റൽ പെയിൻറ്റിങ് വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മാർക്കറ്റിംഗ് സ്പേസ് ഉണ്ട്. ഞാൻ NFT കൂടുതൽ പറയുന്നത് ഡിജിറ്റൽ പെയിൻറ്റിങ്സാണ് കൂടുതൽ സെല്ല് ചെയ്യുന്നത്. മാനുവലായിട്ടുള്ള വർക്ക്സും ഉണ്ട്, ഡിജിറ്റൽ പെയിൻറ്റിങ്സാണ് കൂടുതൽ സെല്ല് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മുടെ സാധാരണ പെയിൻറ്റിങ്സിൻ്റെ വാല്യൂ ഒട്ടും നഷ്ടപ്പെടുന്നില്ല. അവിടെ ഒരു ക്രിയേറ്റിവിറ്റി വേറെ പിന്നെയും നടക്കുന്നുണ്ടെന്നാണ്. അത് ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഏത് കാലത്ത് വന്നു? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫോട്ടോഗ്രാഫി വന്നു ഇല്ലേ? എത്രയുണ്ടാവും? 18-19 നൂറ്റാണ്ടിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ 19 നൂറ്റാണ്ടിലാണല്ലേ. ആ നൂറ്റാണ്ടിൽ ഇപ്പം 21 എത്തി. നമ്മൾ നൂറ്റാണ്ടിലും ഫോട്ടോഗ്രാഫി വന്നിട്ടും ഇന്നും നമ്മൾ റിയലിസ്റ്റിക് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റിയലിസ്റ്റിക് ആണെങ്കിൽ എന്തിനാണ് പിന്നെ പെയിൻറ്റിങ് ചെയ്യുന്നത്? അത് ക്യാമറ പോരെ, മൊബൈൽ പോരെ എന്നുള്ളത് ഉണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ആർട്ട് മൂവ്മെൻറ്റ്സ് വെച്ചാൽ ഇതിപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും എടുക്കണമെങ്കിൽ പിന്നെ ഒരു ക്യാമറ ഉണ്ട്, ഇപ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പാർന്നു. അതേസമയം മിസ് ഇവിടെ നിങ്ങളെല്ലാവരും വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു മൊബൈലിൽ എടുക്കുന്ന സാധനം അതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ആ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കയ്യൊപ്പുണ്ട്. നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യൊപ്പ് അതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റുന്നില്ല. പിന്നെ ഫോട്ടോഗ്രാഫിയിൽ കയ്യൊപ്പ് വരുന്നത് എങ്ങനെയാണ്? അതിനകത്തും ആർട്ട് നമ്മൾ ഒരു ഫോട്ടോ എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അയാൾ കാണുന്നൊരു ആംഗിളിലും അയാൾ കൊടുക്കുന്ന ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, ഒരു പിക്ചർ, ഒരൊറ്റ വസ്തുവിനെ ഞാനെടുക്കുന്നതും നിങ്ങളെടുക്കുന്നതും വേറൊരു എന്താ പറയുക ഫോട്ടോഗ്രാഫിക് സെൻസുള്ള ഒരു ആർട്ടിസ്റ്റിക് സെൻസുള്ള ഒരാൾ എടുക്കുന്നതായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഒരൊറ്റ ഒബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുന്നത് വ്യത്യാസമുണ്ട്. അവിടെ അയാൾ ചേർക്കുന്നത് എന്താണ്? അയാളുടെ ഇൻ്റലിജൻസാണ്, അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിക്ക് വേണമെങ്കിൽ നമ്മുടെ
അത് മനുഷ്യൻ്റെ സംഭവമാണ്. ആ സ്ഥാനത്താണ് ഇപ്പോൾ ഈ AI വന്നിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് സാധ്യതകൾ പിന്നെയും ആർട്ടിഫിഷ്യൽ കുറയല്ലേ എന്നുള്ളത്. അങ്ങനെ വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്പ്യൂട്ടർ വന്നിട്ട് ഇത്രയും വന്നിട്ടും കമ്പ്യൂട്ടറിലാണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ മീൻ കച്ചവടം ചെയ്യണമെങ്കിൽ വരെ കമ്പ്യൂട്ടർ വേണമെന്നുള്ള അവസ്ഥയാണ്. അല്ല, ഈ സാധനം കമ്പ്യൂട്ടറാണ് ശരിക്കും. ഇത് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറും കൂടിയാണ് ശരിക്കും. ഇതിലൂടെ സാധനം ഞെക്കി കഴിഞ്ഞാലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. നമ്മൾ കറൻസി ഒന്നും ചെയ്യുന്നില്ല. ഒരു ചായ കുടിക്കുകയാണെങ്കിൽ, എന്തൊരു പച്ചക്കറി കച്ചവടം ചെയ്യുകയാണെങ്കിൽ, എന്ത് സാധനം ചെയ്യുകയാണെങ്കിലും അതിനകത്ത് പിന്നെ അത് മനുഷ്യന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ സാധ്യത കുറയല്ല ചെയ്തത്, നമ്മുടെ ജോലി സാധ്യത കൂടുകയും ചെയ്തു. അല്ലേ, കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഇന്ന് ആലോചിച്ചു, കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു യുഗത്തിലാണെങ്കിൽ നമ്മൾ എന്താണ്, എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭയങ്കര ശക്തമായ മൂവ്മെൻറ്റ് ഇവിടെ നടന്നിരുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ എന്താ പറയുക, ആ ഓട്ടത്തരത്തിന് കൂടുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളാണ്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക ശരിക്കും. അന്ന് നമ്മുടെ ബുദ്ധിജീവികൾ എന്തോ പറയുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നീട് കാലം തെളിയിക്കുന്നു അത് തെറ്റാണെന്നുള്ളത് തെളിയിക്കുന്നു. അല്ലേ, കമ്പ്യൂട്ടറില്ലാത്തൊരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടറില്ലാത്ത സമയത്ത് നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഡബിൾ റോളൊക്കെ നമ്മൾ സിനിമ, പിന്നെ എന്താ പറയുക, പഴയ കാലത്തെ സിനിമ നസീറും മാത്രം ഏട്ടനും അനിയനായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നതൊക്കെ പിന്നെ സ്റ്റണ്ട് കൂടുന്നതൊക്കെ ഉണ്ട്. അത് കമ്പ്യൂട്ടറില്ലാത്ത കാലത്ത് തന്നെ ചെയ്തിരുന്നു കേട്ടോ. അത് ഒരു ഭയങ്കര അത്ഭുതമാണ്. ഡബിൾ റോള്, ട്രിപ്പിൾ റോളൊക്കെ ചെയ്തിരുന്നു. ആർട്ട് എന്നും നിലനിർത്തി പോവുക. കൂടുതൽ കിട്ടുന്ന ഫ്രീ ടൈം കിട്ടുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളെ അവസരങ്ങൾ തേടിയെത്തും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാനസിക പരിവർത്തനത്തിനൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ, കലാകാരന് ഇപ്പോൾ ഈ ഓരോ ആർട്ട് ഗാലറിയും സംബന്ധിച്ചുകൊണ്ട് അവരുടെ ആർട്ട് വർക്ക്, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇവരൊക്കെയാണ് സീനിയേഴ്സ്. അവർക്ക് ശേഷം പിന്നെ കടൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പതുങ്ങി വന്നവരാണ്. അതിനുശേഷം 5 വട്ടം ഞങ്ങളുടെ ഒരു കൂട്ടത്തിൽ കയറി കഴിഞ്ഞാൽ 10-15 പേരേ ഉള്ളൂ അല്ലേ. അതിനുശേഷം ഇത്രയും പേര് ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത് അത് വല്ലാത്ത സന്തോഷമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കാണ് അഭിമാനമുള്ളത്. എന്താ പറയുക, ഞങ്ങൾക്ക് ശേഷം കടലിൽ നിന്നൊന്നും പറയേണ്ട ഗതികേടില്ലല്ലോ. നിങ്ങളുണ്ട് അല്ലേ, വളരെ നന്നായി, സന്തോഷം. എല്ലാവരും പരിചയപ്പെടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത തവണ ഷിഫുവിന്റെ പിക്ചർ എവിടെ? ഷിഫു വരച്ചത് എവിടെ? അതോ അതോ എന്തോ ഒരു ഡോഗ് എവിടെ? അതല്ല കുഞ്ഞാ, ഇതാണ് ഡോഗ്. ഇത് കൗവല്ല, കാള. അല്ല, കാള. അത് കാളല്ലേ? ആ, ബൈ.